Hi friends, this is Reena V. George from RVG Maths and Talents. Welcome all of you. US പ്രസിഡന്റ് ശ്രീ ഡൊണാൾഡ് ട്രംപ് ഇന്ത്യയുടെ മേൽ 25% അധിക തീരുവ ഏർപ്പെടുത്തിയിരിക്കുന്നു. എന്തൊക്കെയാണ് ഇതിൻ്റെ പ്രത്യാഘാതങ്ങൾ? 25% അധിക ടാക്സും അതോടൊപ്പം എത്രയെന്ന് വെളിപ്പെടുത്താത്ത ഒരു പെനാൽറ്റിയും അടങ്ങുന്നതാണ് ശ്രീ ട്രംപിൻ്റെ ഈ താരിഫ് പ്രഖ്യാപനം. ഇതൊരു ഓലപ്പാമ്പ് മാത്രമാണോ? ഇന്ത്യ റഷ്യയിൽ നിന്ന് പെട്രോളിയം പ്രോഡക്ട്സ് ഇറക്കുമതി ചെയ്യാൻ പാടില്ല. അതോടൊപ്പം ഇന്ത്യയുടെ കാർഷിക മേഖലയും പാലുൽപ്പന്ന മേഖലയും അമേരിക്കയ്ക്ക് തുറന്നു കൊടുക്കണം. ഇതൊക്കെയാണ് ശ്രീ ട്രംപിൻ്റെ ആവശ്യങ്ങൾ. അതോടൊപ്പം ഇന്ത്യയെ ഒരു ഡെഡ് എക്കണോമി എന്ന് വിളിച്ച് ശ്രീ ട്രംപ് അധിക്ഷേപിക്കുകയും ചെയ്തിരിക്കുന്നു. ഏകദേശം 18,600 കോടി US$ ഇന്ത്യ US വ്യാപാര ബന്ധത്തെ ഇത് തീർച്ചയായും പ്രതികൂലമായി ബാധിക്കും. കാരണം നമ്മുടെ ഏറ്റവും വലിയ വ്യാപാര പങ്കാളിയാണ് US. ഇന്ത്യൻ ടെക്സ്റ്റൈൽ പ്രോഡക്ട്സിന് ഇപ്പോൾ US താരിഫ് 6% മുതൽ 9% വരെയാണ്. അത് ഇനി 31% മുതൽ 34% വരെയായി ഉയരും, പ്ലസ് സെപ്പറേറ്റ് പെനാൽറ്റി. ഇതുപോലെയുള്ള മറ്റു കയറ്റുമതി ഉൽപ്പന്നങ്ങളാണ് റെഡിമെയ്ഡ് ഗാർമെന്റ്സ്, ഡ്രഗ് ഫോർമുലേഷൻസ്, ടെലികോം ഇൻസ്ട്രുമെന്റ്സ്, വിലപിടിപ്പുള്ള രത്നക്കല്ലുകളും ആഭരണങ്ങളും, വാഹന സ്പെയർ പാർട്സുകൾ. ഇവയിലെല്ലാം ഈ താരിഫ് ഉയർച്ച ഉണ്ടാകും. ഇപ്പോൾ ഓൾറെഡി ഇന്ത്യൻ സ്റ്റീൽ ആൻഡ് അലൂമിനിയം ഉൽപ്പന്നങ്ങൾക്ക് 50%, ഓട്ടോമൊബൈൽ പ്രോഡക്ട്സിന് 25% താരിഫ് നിലവിലുണ്ട്. താരിഫ് ഉയർത്തുമ്പോൾ ഇന്ത്യൻ പ്രോഡക്ട്സിന് വില ഉയരുകയും അത് US മാർക്കറ്റിൽ ഇന്ത്യൻ പ്രോഡക്ട്സിൻ്റെ ഡിമാൻഡ് കുറയ്ക്കുകയും അത് നമ്മുടെ കയറ്റുമതിയെ സാരമായി ബാധിക്കുകയും ചെയ്യും. ഇതിൻ്റെ പ്രത്യാഘാതങ്ങൾ നിസാരമല്ലെങ്കിലും നാശകരമാവില്ല. 25% താരിഫ് നമ്മുടെ 2025 GDP ഗ്രോത്ത് റേറ്റിൽ 0.3% കുറവുണ്ടാക്കിയേക്കും. US ഈ റേറ്റിൽ കൂടുതൽ കാലം നീണ്ടു നിന്നാൽ അത് നമുക്ക് കൂടുതൽ ദോഷം ചെയ്യും. മാത്രവുമല്ല, ഇത്രയും നീണ്ട കാലം നമ്മൾ രൂപപ്പെടുത്തിക്കൊണ്ടുവന്ന പരസ്പര വിശ്വാസത്തെ അത് നശിപ്പിക്കുകയും ചെയ്യും. ഇന്ത്യൻ രൂപയുടെ വിലയെയും നമ്മുടെ എക്സ്പോർട്ടേഴ്സിൻ്റെയും ഉയർന്നു വരുന്ന ബിസിനസ് മേഖലയെയും ഇത് പ്രതികൂലമായി ബാധിക്കും. ശ്രീ ട്രംപിൻ്റെ ഏകപക്ഷീയമായതും ആക്രമണാത്മകവുമായ ഈ താരിഫ് നയം US എക്കണോമിയെയും ഗ്ലോബൽ എക്കണോമിയെയും പ്രതികൂലമായി ബാധിക്കുമെന്നതിൽ തർക്കമില്ല. വ്യാപാര അന്തരീക്ഷം കലുഷിതമാകും. US-ൽ ഈ പ്രോഡക്ട്സിനെല്ലാം വിലക്കയറ്റമുണ്ടാകും. ഇപ്പോൾ നമ്മുടെ ഗവൺമെൻറ് വളരെ ശാന്തവും പ്രൗഢവുമായ രീതിയിലാണ് ഈ പ്രശ്നത്തെ അഭിമുഖീകരിക്കുന്നത്. രാജ്യ താൽപ്പര്യങ്ങൾ ഒരു കാരണവശാലും ബലി കൊടുക്കാൻ തയ്യാറല്ല എന്ന് ഗവൺമെൻറ് വ്യക്തമാക്കിയിട്ടുണ്ട്. ചർച്ചകൾ ഉയർന്നു വന്നേക്കാം, പക്ഷേ ചർച്ചകൾ അത്ര എളുപ്പമല്ല. ചർച്ചകളിൽ നേതാക്കൾ പരാജയപ്പെട്ടിടത്തു നിന്നാണല്ലോ പല യുദ്ധങ്ങളും യുദ്ധവിജയങ്ങളും കണ്ണീർ പാടങ്ങളും ഉണ്ടായിട്ടുള്ളത്. ഇന്ത്യക്ക് ഇത് കൂടുതൽ വേദനാജനകമാകുന്നത് നമ്മുടെ ബിസിനസ്സിൽ മാത്രമല്ല, നമ്മുടെ രാജ്യ താൽപ്പര്യങ്ങൾക്കെതിരെയുള്ള ഒരു വെല്ലുവിളിയാണ് ഇത് എന്നതാണ്. ശ്രീ ട്രംപ് ഇന്ത്യ റഷ്യ ബന്ധങ്ങളെയാണ് തകർക്കാൻ ശ്രമിക്കുന്നത്. നമ്മൾ ആരോട് എന്തൊക്കെ സാധനങ്ങൾ വാങ്ങണമെന്നത് നമ്മുടെ മാത്രം സ്വാതന്ത്ര്യമാണ്. നമുക്ക് സൗകര്യപ്രദമായ രീതിയിൽ അക്സെപ്റ്റബിളായ വിലയ്ക്കാണ് നമ്മൾ സാധനങ്ങൾ വാങ്ങുന്നത്. നമ്മൾ കുറച്ചുകൂടി യുക്തിസഹമായും വിവേകത്തോടു കൂടിയും ഇതിനെ സമീപിക്കേണ്ടതുണ്ട്. യാഥാർത്ഥ്യം എന്തെന്നാൽ നമ്മളെ ഒരു മുൻഗണനയുള്ള പാർട്ട്ണറായി ശ്രീ ട്രംപ് പരിഗണിക്കുന്നില്ല എന്നതാണ്. നമ്മളോട് മത്സരിക്കുന്ന വിയറ്റ്നാം, ബംഗ്ലാദേശ് തുടങ്ങിയ മറ്റു രാജ്യങ്ങൾക്ക് താരതമ്യേന കുറഞ്ഞ താരിഫ് നിശ്ചയിച്ചിരിക്കുന്നു. നമ്മൾ ലോകത്തെ 4ാമത്തെ ലാർജസ്റ്റ് എക്കണോമിയാണ് എന്നോർക്കണം. അങ്ങനെയുള്ള നമുക്ക് ഈക്വലായി നിന്ന് നെഗോഷിയേറ്റ് ചെയ്യാൻ സാധിക്കുന്നില്ല എങ്കിൽ നമ്മൾ തീർച്ചയായും കൂടുതൽ സീരിയസ് ആയി ചിന്തിക്കേണ്ടിയിരിക്കുന്നു. കുറച്ചുകൂടി ശക്തമായ വ്യാപാര ബന്ധങ്ങൾ വളർത്തിയെടുക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ ചീപ്പ് സപ്ലയർ എന്ന ഇമേജ് ഇന്ത്യ തീർച്ചയായും മാറ്റേണ്ടിയിരിക്കുന്നു.
ലോകത്തെ ഒരു വൻ ശക്തിയായി മാറിക്കൊണ്ടിരിക്കുന്ന നമ്മൾ ഇതുപോലെ തരം താണ രീതിയിൽ ട്രീറ്റ് ചെയ്യപ്പെടാൻ ഒരിക്കലും അനുവദിച്ചുകൂടാ. ബിസിനസ് ബന്ധങ്ങൾ മാറി മാറി വരാം, പക്ഷേ ഇന്ത്യയെ ആരും ഡെഡ് എക്കണോമി എന്ന് വിളിച്ചാക്ഷേപിക്കുവാൻ ലോകത്തെ മൂന്നാം ശക്തിയായി ഉയർന്നുകൊണ്ടിരിക്കുന്ന നമ്മൾ ഒരിക്കലും ഇടകൊടുത്തുകൂടാ. നമ്മുടെ തന്നെ സമീപ റീജിയനുകളിൽ കൂടുതൽ ശക്തമായ ഈക്വൽ സ്റ്റാറ്റസ് ഉള്ള വ്യാപാര ബന്ധങ്ങളും കരാറുകളും ഉണ്ടാകേണ്ടിയിരിക്കുന്നു. ഇന്ത്യൻ കോർപ്പറേറ്റുകളും നിർമ്മാണ കമ്പനികളും കൂടുതൽ കഴിവുകൾ ആർജിച്ച് വളരേണ്ടതുണ്ട്. കൂടുതൽ റിസർച്ചുകളും എക്സ്പാൻഷൻസും ഈ മേഖലയിൽ നടത്തേണ്ടിയിരിക്കുന്നു. നമ്മുടെ പ്രൈവറ്റ് സെക്ടേഴ്സ് കൂടുതൽ ഊർജ്ജസ്വലമാകേണ്ടതുണ്ട്. മേക്ക് ഇൻ ഇന്ത്യ എന്ന യജ്ഞം കൂടുതൽ ശക്തമാക്കേണ്ടതുണ്ട്. ഇതൊന്നും വേണ്ട രീതിയിൽ ഇപ്പോൾ സംഭവിക്കുന്നില്ല എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. നമ്മുടെ ഡൊമസ്റ്റിക് മാർക്കറ്റ് ലോകത്തിലെ ഏറ്റവും വലിയ മാർക്കറ്റുകളിൽ ഒന്നാണ് എന്ന് തിരിച്ചറിയുക. അത് കൂടുതൽ ഡെവലപ്പ് ചെയ്യാനും ഉപയുക്തമാക്കാനും നമുക്ക് കഴിയണം. നമ്മൾ ഹാർഡ് വർക്ക് ചെയ്തേ പറ്റൂ. നമുക്ക് ചുറ്റും യുദ്ധങ്ങളുണ്ട്. AI റെവല്യൂഷൻസ് കൂടുതൽ ശക്തമായി കൊണ്ടിരിക്കുന്നു. IT സെക്ടറുകളിൽ ജോലികൾ കുറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇതൊക്കെയുണ്ടെങ്കിലും നമ്മൾ കൂടുതൽ ശക്തമായ നൂതനമായ പാതകൾ വെട്ടിത്തുറന്നേ പറ്റൂ. ന്യൂ ടെക്നോളജിയിൽ നമ്മുടെ യുവതലമുറ തീർച്ചയായും തല പുകച്ചേ പറ്റൂ. നമ്മുടെ നേതാക്കളും നമ്മുടെ യുവ സംരംഭകരും നമ്മുടെ യുവജനതയും കൂടുതൽ ഇന്നോവേറ്റീവ് ആയിക്കൊണ്ട് പുതിയൊരു പാത വെട്ടിത്തുറക്കാം. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നതുവരെ